നിങ്ങൾ എന്നെ ബി.ജെ.പിക്കാരനാക്കും. ശശി തരൂരിന്റെ കാര്യത്തിൽ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കഴിവും ശേഷിയും കുറഞ്ഞ കോൺഗ്രസ് നേതൃത്വം. കഴിവും ശേഷിയും കുറഞ്ഞ നേതൃത്വം എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. തരൂരിൻ്റെ കാര്യം ഓർമ്മ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1980-കളിൽ വളരെ ശ്രദ്ധേയമായ ഒനിഡ TV-യുടെ ഒരു പരസ്യ ക്യാപ്ഷനാണ്. നെയ്ബേഴ്സ് എൻവി, ഓണേഴ്സ് പ്രൈഡ്. ഓർമ്മയില്ലേ? ഒനിഡ ചെകുത്താൻ വന്നതെന്ന് പറയുന്നത് ആ അസൂയമൂത്ത അയൽക്കാരെ പോലെ തരൂരിനെ സ്വന്തമാക്കുവാൻ അയൽക്കാർ അമിതമായി ആഗ്രഹിക്കുന്നു, പക്ഷേ ഓണർക്ക് മാത്രം ഒരു പ്രൈഡും ഇല്ല. പോത്തിന് ഏത്തവാഴ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാകുമോ? അതേ ഫീലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തരൂർ എന്ന് കേൾക്കുമ്പോൾ. തരൂരിനെ മോദിക്ക് ഒരു ഗിഫ്റ്റായി നൽകുവാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് തൊട്ട് ഇങ്ങ് ലോ കമാൻഡ് വരെയുള്ളവർ ദൈനംദിനം ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നുവെന്ന് ഉന്നത വൃത്തങ്ങൾ പറയുന്നു. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായാണ് വിവരം. തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിനാണത്രേ കൂടിക്കാഴ്ച നടന്നത്. G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക ആ കൂടിക്കാഴ്ച. തരൂരിന് പദവി നൽകുന്നതൊന്നും ചർച്ചയായിട്ടില്ലെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു കാരണം പറയുവാൻ തരൂരിനുണ്ട്. കോൺഗ്രസുകാർക്ക് കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. അതേസമയം ശശി തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളൊന്നും വേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ശേഷിയില്ല എന്ന് പറയുന്നതാവും ഉചിതം. തരൂരിനെതിരെ ശ്രദ്ധയോടെ നീങ്ങാനാണ് അത്രയും നീക്കം. നീങ്ങിയാൽ അവർക്ക് കൊള്ളാം, അല്ലേ? കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്തായിരുന്നെന്നറിയാമോ? ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കുവാനുള്ള ആ സംഘത്തിൽ ശശി തരൂരിനെ ബി.ജെ.പി. സർക്കാർ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് തരൂരിനെ വിമർശിക്കുന്നതിനു പകരം ലോകത്തിന് മുന്നിൽ കാര്യങ്ങൾ പ്രൊഫഷണലായി അവതരിപ്പിക്കുവാൻ തലയിൽ ആൾതാമസമുള്ള ആരും തന്നെ ബി.ജെ.പിയിൽ ഇല്ലെന്ന് വിളിച്ചു പറയുവാൻ കോൺഗ്രസിന് കിട്ടിയ ഗംഭീര അവസരമായിരുന്നു തരൂരിൻ്റെ ഡെലിഗേഷൻ അംഗത്വം. പക്ഷേ തരൂരിനെ എങ്ങനെ ഒതുക്കാമെന്ന ആ ഗവേഷണത്തിനിടയിൽ ബി.ജെ.പിക്ക് തലവെച്ചു കൊടുക്കുന്ന കലാപരിപാടിയാണ് കോൺഗ്രസ് നടത്തിയത്. കഴിവില്ലാത്ത ദേശീയ നേതൃത്വം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റിയുള്ള ദേശീയ നേതൃത്വത്തിന് തരൂരിനെ കേന്ദ്രത്തിൽ അടുപ്പിക്കുവാൻ പേടിയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് കേരളത്തിൽ വൻപിച്ച വിജയം ഉറപ്പിച്ചുകൂടാ? ബാക്കി എല്ലായിടവും ഈ ഹൈക്കമാൻഡന്മാർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? കർണാടകത്തിൽ സിദ്ധരാമയ്യ, ശിവകുമാർ ദ്വയം പോലെ കേരളത്തിൽ തരൂർ സതീശൻ ടീം കളത്തിലിറങ്ങട്ടെ. 2026 തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു സമവാക്യം കോൺഗ്രസ് പരീക്ഷിച്ചാൽ അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ ചെറുതായിരിക്കില്ല. ഇത് i2 ന്യൂസിൻ്റെ ആഗ്രഹമോ അഭിപ്രായമോ ഒന്നുമല്ല. പല മുതിർന്ന നേതാക്കളടക്കമുള്ളവരുടെ അഭിപ്രായമാണ്. ഈ പ്രസ്ഥാനം നശിച്ചു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആഗ്രഹം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 തിരുവനന്തപുരത്ത് നടന്ന മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ ശശി തരൂരുമായി നടത്തിയ സംഭാഷണത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസ് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന് തടയിടുവാൻ പറ്റുന്ന ഒരാൾ ശശി തരൂരാണെന്നും, എന്നാൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുകയാണെന്നുമാണ് അയ്യർ എന്ന് പറഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവഗണന നന്നായി അറിയാവുന്ന ഒരാളാണ് ഈ അയ്യർ. അയ്യരെ പോലെ ഗാന്ധി കുടുംബത്തോട് ഭക്തിയും കൂറുമുള്ള അധികം കോൺഗ്രസ്സുകാർ ഉണ്ടാവില്ല. ഗാന്ധി കുടുംബമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അയ്യർ. അങ്ങനെയുള്ള അയ്യരാണ് തരൂരിനോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമീപനത്തിൽ ദുഃഖിതനും ക്ഷുഭിതനുമായത്. ഒരുപക്ഷെ അയ്യരുടെ ഈ വാക്കുകൾ തരൂരിനെ ഒന്ന് ഉണർത്തിയിട്ടുണ്ടാവണം. കോൺഗ്രസിനുള്ളിൽ ഒരു വെടിക്കെട്ടിന് തരൂർ തിരികൊടുത്തത് ഇതിന് പിന്നാലെയാണ്. മണിശങ്കർ അയ്യരെ പോലെ തന്നെ വളരെ നല്ലൊരു ജോലി വിട്ടാണ് തരൂരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 2006 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ബാൻ കി മൂണിനോട് പരാജയപ്പെട്ടതിനെക്കുറിച്ച് പിന്നീടൊരു അഭിമുഖത്തിൽ തരൂർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അന്ന് ആ സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും മികവുള്ളയാൾ ഞാനായിരുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. അമേരിക്കയ്ക്ക് മേൽക്കൈയുള്ള ഒരു പോരാട്ടം. കോഫി അന്നനെ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാളെ ഇനി UN വേണ്ടെന്ന് അമേരിക്ക നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. നോ മോ കോഫീസ് എന്നാണ് അമേരിക്കൻ അംബാസഡറായിരുന്ന
ജോൺ ബോൾട്ടനോട് അന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കോണ്ടലീസ റൈസ് പറഞ്ഞത്. ഡൽഹിയിൽ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുമ്പോൾ രാജാജിയുടെ സ്വതന്ത്ര പാർട്ടിയോട് അനുഭവമുണ്ടായിരുന്നു തരൂരിന്. 1974 സ്വതന്ത്ര പാർട്ടി ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തിതള്ളിൽ ലയിച്ചതോടെ തരൂർ ശരിക്കും സ്വതന്ത്രനായി എന്ന് പറയാം. അടിയന്തരാവസ്ഥയിൽ തരൂർ ഇന്ത്യയിലുണ്ടായിരുന്നില്ല. അമേരിക്കയിൽ മെഡ്ഫോർഡിലുള്ള ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ നിന്ന് മാസ്റ്റേഴ്സും PhD പൂർത്തിയാക്കി 22-ാം വയസ്സിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോലിക്ക് കയറിയതാണ് തരൂർ. 2008 ഇന്ത്യയിലേക്ക് തിരികെ എത്തിയപ്പോൾ CPM-ഉം BJP-യും കോൺഗ്രസും ഒരുപോലെ തന്നെ സമീപിച്ചിരുന്നു എന്നും എന്നാൽ തനിക്ക് പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണെന്ന തിരിച്ചറിവിൽ ആ പാർട്ടിയെ തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും തരൂർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ തരൂരിന്റെ രാഷ്ട്രീയ യാത്ര എവിടെ എത്തി നിൽക്കുന്നു എന്നതൊരു ചോദ്യചിഹ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആകുവാൻ കെൽപ്പുള്ളയാൾ എന്ന് 19 കൊല്ലം മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാരും കോൺഗ്രസും വ്യക്തമാക്കിയ ആളാണ് ഈ തരൂർ. 2009-നും 2014-നും ഇടയിൽ 2 വർഷത്തെ ഇടവേള ഒഴിച്ചു നിർത്തിയാൽ തരൂർ കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് തരൂരിന്റെ രാഷ്ട്രീയ വിലാസം തിരുവനന്തപുരം MP എന്ന് മാത്രമാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമല്ലേ തരൂർ എന്ന ചോദ്യം നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. പ്രവർത്തക സമിതി അംഗത്വം കൊണ്ട് കോൺഗ്രസിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യമുണ്ടാകണമെങ്കിൽ ഹൈക്കമാൻഡ് കനിയണം. ഹൈക്കമാൻഡിന്റെ കണ്ണിൽ പെടാത്തതല്ല, കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് തരൂരിനെ കുഴപ്പത്തിലാക്കുന്നത്. ഒരാളെ ഒതുക്കുവാനുള്ള ഏറ്റവും നല്ല വഴി അയാളെ അവഗണിക്കുകയാണ്. ഇത്തരം അവഗണനയുടെ കൊടുമുടിയിൽ നിന്നാണ് തരൂർ മോദി സർക്കാരിനെയും പിണറായി സർക്കാരിനെയും പ്രശംസിച്ചത്. ദാ ഞാൻ ഇവിടെയുണ്ട് എന്ന് തരൂർ കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്നത്. അതുകൊണ്ട് ആ പേര് ഉയർന്നു കേട്ടു അല്ലേ? പക്ഷേ കോൺഗ്രസിലെ മൊണ്ണകൾക്ക് അത് ഗ്രഹിക്കുവാനുള്ള സെൻസിബിലിറ്റി ഇല്ല. IPL വിവാദത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച തരൂരിനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ മുൻകൈയെടുത്തത് സോണിയാഗാന്ധിയായിരുന്നു. 2022-ൽ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഖാർഗെയോട് മത്സരിച്ച് 1072 വോട്ട് തരൂർ നേടിയത് ഒരു ചരിത്രമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ആദ്യം മനസ്സിൽ കണ്ടത് അശോക് ഗെഹ്ലോട്ടിനെയായിരുന്നു. പക്ഷേ രാജസ്ഥാൻ മുഖ്യമന്ത്രി പദമാണ് കോൺഗ്രസ് പ്രസിഡന്റിനേക്കാൾ വലുതെന്ന തിരിച്ചറിവിൽ ഗെഹ്ലോട്ട് ഹൈക്കമാൻഡിനെ അന്ന് ധിക്കരിച്ചു. അങ്ങനെയാണ് ഖാർഗെയ്ക്ക് നറുക്കു വീണത്. അവർക്ക് വേണ്ടിയിരുന്നത് മുണ്ണയും മോഴയുമായ റബ്ബർ സ്റ്റാമ്പാക്കുവാൻ പറ്റിയ ഒരു ആശ്രിതനെയായിരുന്നു. ഹൈക്കമാൻഡിന്റെ അനുഗ്രഹാശംസകളുള്ള ഖാർഗെയ്ക്കെതിരെ തരൂർ കളത്തിലിറങ്ങിയത് ചെറിയൊരു സംഗതിയായിരുന്നില്ല. ലക്ഷ്മണരേഖ മറികടന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച തരൂരിനെ ഒതുക്കുവാൻ അണിയറയിൽ വൻ നീക്കങ്ങളുണ്ടായി. ഒരുപക്ഷെ സോണിയാഗാന്ധി എന്ന ഒരൊറ്റയാളുടെ പിന്തുണയിലായിരിക്കണം തരൂർ തൊട്ടടുത്ത വർഷം കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെങ്കിലും എത്തിയത്. കോൺഗ്രസിന്റെ അവസാന വാക്ക് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയാണ്. വിവാദ പ്രസ്ഥാനങ്ങളെ തുടർന്ന് തരൂരിനെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ചർച്ച നടത്തിയത് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നില്ല, രാഹുൽ ഗാന്ധിയായിരുന്നു എന്നത് പാർട്ടിയിലെ അധികാര കേന്ദ്രം ആരാണെന്നതിന്റെ പരസ്യമായ ഒരു സൂചനയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചും കേരളത്തിൽ വ്യവസായ സംരംഭക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തെക്കുറിച്ചും തരൂർ നടത്തിയ നിരീക്ഷണങ്ങൾ വിവാദമായതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളല്ലേ രാഷ്ട്രീയത്തെ പ്രകാശഭരിതമാക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ ഗോപാൽകൃഷ്ണ ഗാന്ധി ചോദിച്ചത്. എന്തിനേയും ഏതിനേയും എതിർക്കുക എന്നതല്ലല്ലോ ശരിയായ രാഷ്ട്രീയമെന്നും ഗോപാൽ ചോദിക്കുന്നു. പൂർണ്ണമായും ആദർശാത്മകമായ ഒരു ലോകം വിഭാവനം ചെയ്തുകൊണ്ടായിരിക്കാം ഗോപാൽകൃഷ്ണ ഗാന്ധി ഇപ്രകാരം അന്ന് സംസാരിച്ചത്. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പാർട്ടിയെ കുഴപ്പത്തിലാക്കത്തില്ലേ എന്നാണ് KC വേണുഗോപാലും സതീശനും മുരളീധരനും ഒക്കെ ചോദിക്കുന്നത്. പ്രഹരശേഷിയുള്ള കാമ്പുള്ളവനെ കൈകാര്യം ചെയ്യുവാൻ പഠിക്കൂ കോൺഗ്രസ്സുകാരെ എന്ന് മാത്രമേ ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയുവാൻ സാധിക്കൂ. തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഡൽഹിയിലെ ചർച്ചയിൽ രാഹുൽ ഗാന്ധി തരൂരിനോട് ഇടയാതിരുന്നത്. തീർത്തും സൗമ്യമായിട്ടായിരുന്നു രാഹുൽ തരൂർ ചർച്ച എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. കാര്യമായി ഉറപ്പൊന്നും കിട്ടിയില്ലെങ്കിലും പറയേണ്ടുന്ന കാര്യങ്ങൾ രാഹുലിനോട് തുറന്നു പറയുവാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് തരൂർ 10 ജൻപത്തിൽ നിന്നിറങ്ങിയതെന്നാണ് അറിവ്. അതിന് പിന്നാലെയാണ് ഇന്ത്യൻ എക്സ്പ്രസിലെ ആ അഭിമുഖം വന്നത്. വാസ്തവത്തിൽ രാഹുലിനെ കാണുന്നതിനും 10 ദിവസം മുമ്പേ തരൂർ നൽകിയ അഭിമുഖമായിരുന്നു അത്.
ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് കാര്യങ്ങൾ ഏതാണ്ടൊന്ന് ശാന്തമായി എന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു ആ അഭിമുഖം പുറത്തു വന്നത്. എന്തായാലും സംഗതി വീണ്ടും കൊഴുത്തു. ഇക്കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ ഒരു കോൺഗ്രസ് നേതാവുണ്ടെങ്കിൽ അത് ശശി തരൂർ മാത്രമാണ്. കഴിഞ്ഞ 3 തവണയും തിരുവനന്തപുരത്ത് തരൂർ തോൽപ്പിച്ചത് മുഖ്യമായും BJPയെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിക്കുവാൻ രാജീവ് ചന്ദ്രശേഖറെ BJP ഇറക്കിയത് രണ്ടും കൽപ്പിച്ചായിരുന്നു. തരൂരല്ല മറ്റാരെങ്കിലുമായിരുന്നു അനന്തപുരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ ഒരു സുപ്രധാന വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയാകുമായിരുന്നു. ഇക്കണ്ട കാലം അത്രയും തരൂർ എഴുതിയതും പ്രസംഗിച്ചതും നെഹ്റുവിയൻ ദർശനങ്ങളിൽ ഊന്നിയാണ്. BJPയുടെ ഹിന്ദുത്വക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്നുയരുന്ന ദൃഢമായ ശബ്ദങ്ങളിൽ ഒന്ന് തരൂരിൻ്റെതാണ്. തരൂരിനായി വാതിലുകൾ മലക്ക തുറന്നിട്ട് നിൽക്കുകയാണ് CPM-ഉം BJPയും. DYFIയുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുവാൻ പോയ റഹീമും കൂട്ടരും എത്ര ആഹ്ലാദത്തോടെയാണ് തരൂരിനൊപ്പം നിന്ന് സെൽഫി എടുത്തത്. MV ഗോവിന്ദനും AK ബാലനും എത്രമാത്രം ഹൃദയവായ്പോടാണ് തരൂരിനെ കുറിച്ച് പറയുന്നത്. BJPക്കും തരൂരിനെ കിട്ടിയാൽ ഇരട്ടി മധുരമായിരിക്കും. പക്ഷേ കോൺഗ്രസ് വിട്ടുപോകുവാൻ ആവില്ലെന്ന് തരൂർ പറയുവാൻ കാരണം തരൂരിനെ പോലൊരു ലിബറൽ നെഹ്റുവിയന് ചിറകുകൾ വിരിക്കുവാൻ കോൺഗ്രസിന്റെ വിഹായുസുകൾ പോലെ മറ്റ് ഏതിടമാണുള്ളത്? കോൺഗ്രസിനുള്ളിൽ തനിക്ക് എന്ത് റോളാണുള്ളതെന്നാണ് ഡൽഹിയിൽ രാഹുലിനോട് തരൂർ ചോദിച്ചത്. പാർലമെന്റിൽ ഒരു പ്രധാന ചർച്ചയിലും പങ്കെടുക്കുവാൻ പാർട്ടി തരൂരിനെ നിയോഗിക്കുന്നില്ല. പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്ന ആശയം തരൂരാണ് രൂപകൽപ്പന ചെയ്തതും യാഥാർത്ഥ്യമാക്കിയതും. മാത്യു കുഴൽനാടനെ പോലെയുള്ള കഴിവുള്ള നിരവധി ചെറുപ്പക്കാരായ പ്രൊഫഷണലുകൾ ഇതിലൂടെയാണ് കോൺഗ്രസിൽ ശ്രദ്ധേയരായത്. കഴിഞ്ഞ വർഷം പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതല തരൂരിൽ നിന്നെടുത്തു മാറ്റി പ്രവീൺ ചക്രവർത്തിക്ക് കൊടുക്കുകയുണ്ടായി. പാർലമെന്റിലും അഖിലേന്ത്യാ തലത്തിലും റോൾ കൊടുത്താൽ തരൂർ ഹൈക്കമാൻഡിനെ മറികടന്ന് വളരുമോ എന്ന പേടിയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. അടുത്ത വർഷം നടക്കുവാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരുപോലെ പ്രധാനമാണ്. 3-ാം വട്ടവും അധികാരം നഷ്ടപ്പെടുന്ന ഒരു കളിക്ക് മറ്റാരെ കിട്ടിയാലും ലീഗിനെ കിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനും തരൂർ കളത്തിലിറങ്ങണമെന്ന ആഗ്രഹമുണ്ട്. 2 കൊല്ലം മുമ്പ് തരൂർ നടത്തിയ ജനസമ്പർക്ക പരിപാടി ഓർക്കുന്നില്ലേ? ആ പര്യടനത്തിന് NSSന്റെയും കത്തോലിക്ക സഭയുടെയും മാത്രമല്ല ലീഗിന്റെയും ഉറച്ച പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് രഹസ്യമല്ല. ഇടതുമുന്നണിയെ 3-ാം വട്ടവും നയിക്കുക പിണറായി വിജയനായിരിക്കും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പിണറായിക്ക് പകരം ചൂണ്ടിക്കാണിക്കുവാൻ വേറൊരു നേതാവ് ഇപ്പോൾ CPM-ൽ ഇല്ല. അത്രയും സമർത്ഥമായാണ് 2ാം നിര നേതാക്കളെ പിണറായി ക്യാമ്പ് വെട്ടി നിരത്തിയിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിനും സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായി CPM ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞിരിക്കെ ഒരിടത്തു നിന്നും പിണറായിയുടെ നേതൃത്വത്തിന് ഒരു തരത്തിലുമുള്ള വെല്ലുവിളിയും ഉയർന്നിട്ടില്ല. പിണറായി സർക്കാരിനെതിരെ അടിത്തട്ടിൽ ശക്തമായ ജനരോക്ഷമുണ്ടെന്നും അതാണ് തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചതെന്നും കോൺഗ്രസുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ UR പ്രദീപ് 12,201 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത് കാണാതിരുന്നാൽ മാത്രമേ ഈ ആഖ്യാനം തൊണ്ട തൊടാതെ വിഴുങ്ങുവാൻ ബോധമുള്ളവന് പറ്റുകയുള്ളൂ. അടിത്തട്ടിൽ ജനരോക്ഷം ശക്തമായിരുന്നുവെങ്കിൽ ചേലക്കരയിലും CPM വീഴേണ്ടതായിരുന്നില്ലേ? അല്ലേ? തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അവിടെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് വീണ്ടും ജയിച്ചു എന്നത് പരമാർത്ഥമാണ്. പക്ഷേ CPM-ന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ കോൺഗ്രസിന് വിജയിക്കാനായില്ല. ജനസമ്മതനായ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കുവാൻ CPM-നാവും എന്നത് ഒരു നിസ്സാര സംഗതിയല്ല. ഇതിനെ മറികടക്കണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് ശരിക്കും ജനപ്രിയനായ ഒരു നേതാവ് അമരത്തുണ്ടാവണം. കർണാടകം പിടിച്ചതിൽ സിദ്ധരാമയ്യയും ശിവകുമാറും തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇവിടെയാണ് തരൂരിന്റെ പ്രസക്തി. ജാതിമത ഭേദമന്യേ ഇന്നിപ്പോൾ കേരളത്തിൽ ജനങ്ങളെ ആകർഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് ശശി തരൂരാണ്. ഒരവസരം കൊടുത്താൽ തരൂരങ്ങ് കയറി വളർന്നുകളയും, തങ്ങൾ കളത്തിന് പുറത്താകുമെന്നുള്ള പേടിക്ക് കോൺഗ്രസ് നേതൃത്വം കീഴ്പ്പെടരുത്. ഇവിടെയാണ് അണ്ണാദുരൈ MGR സമവാക്യം കോൺഗ്രസിന് വഴികാട്ടിയാവേണ്ടുന്നത്. MGRന് മുന്നിലെന്നല്ല, സാക്ഷാൽ നെഹ്റുവിന് മുന്നിൽ പോലും അണ്ണാദുരൈക്ക് അരക്ഷിതാബോധം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ CPM-നെയും BJP-യെയും ഒരുപോലെ നേരിടുവാൻ കഴിയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് തുടരുമെന്ന് ഉറപ്പിക്കുവാൻ കഴിയുന്ന നീക്കമായിരിക്കും തരൂരിലൂടെ നിറവേറുക. അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനോ എന്ന ചോദ്യം ഇവിടെ ഉയരുക സ്വാഭാവികമാണ്. കർണാടകത്തിൽ സിദ്ധരാമയ്യ ശിവകുമാർ ദ്വയം പോലെ കേരളത്തിൽ തരൂർ സതീശന്റെയും കളത്തിലിറങ്ങട്ടെ. ഇത്തരമൊരു സമവാക്യം
കോൺഗ്രസ് നിർമ്മിച്ചാൽ അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ ചെറുതായിരിക്കില്ല. കെ സി വേണുഗോപാൽ എന്ന കുഴിപ്പുളവൻ കാണിച്ച അടുത്ത ഒരു കടുങ്കൈ കാണുക. തൻ്റെ റബ്ബർ സ്റ്റാമ്പായി സണ്ണി എന്നൊരു മണ്ണുണ്ണിയെ കൊണ്ട് KPCC പ്രസിഡന്റ് പദത്തിൽ കുടിയിരുത്തി. കുതിരവണ്ടി വലിക്കുവാൻ കോവർ കഴുതിയ ആരെങ്കിലും കൊണ്ട് കെട്ടാറുണ്ടോ? സംഘടനാ തലത്തിലുള്ള മികവാണ് CPM-നെ CPM-ഉം BJP-യെ BJP-യും ആക്കുന്നത്. നാളെ പിണറായി മാറിയാലും ഈ സംവിധാനം ഇവിടെ തന്നെ ഉണ്ടാകും. അദാനിക്ക് പകരം മോദി വരുമ്പോഴും ഇനിയിപ്പോൾ അമിത്ഷായോ യോഗിയോ വന്നാലും BJP എന്ന പ്രസ്ഥാനത്തിനുണ്ടാകുന്ന തുടർച്ചയും അതുപോലെയാണ്. കോൺഗ്രസ് ഒരു സംഘടനയല്ല, അതൊരു കൂട്ടായ്മ മാത്രമാണ്. നേതാക്കളുടെ മികവിലാണ് ആ കൂട്ടായ്മയുടെ വിജയവും പരാജയവും ഇരിക്കുന്നത്. നെഹ്റു മുതൽ രാഹുൽ വരെയുള്ള നേതാക്കളുടെ ചരിത്രം ആ വസ്തുത അടിവരയിട്ട് വിളിച്ചു പറയുന്നുണ്ട്. തരൂർ എന്ന മൾട്ടി ആക്സിൽ ബസ്സിൽ കോൺഗ്രസ് എത്രയോ നേരത്തെ കയറേണ്ടിയിരുന്നു. ഹരിയാനയും മഹാരാഷ്ട്രയും ഡൽഹിയും കൈവിട്ടു പോകുന്നത് പോലെ കേരളം കൈവിട്ടു പോകുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങണം. മണി മുഴങ്ങുമ്പോൾ അതാർക്കു വേണ്ടിയാണെന്ന് അന്വേഷിക്കുവാൻ മിനക്കെടേണ്ടതില്ലെന്നാണ് ആംഗലേയ കവി ജോണ്ടൻ എഴുതിയിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ മുഴങ്ങുന്ന മണിയുടെ പൊരുളും അർത്ഥവും തിരിയുന്നില്ലെങ്കിൽ കോൺഗ്രസിന് ഇനി വിലപിക്കുവാൻ മാത്രമേ സമയമുണ്ടാകൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.